അയൽക്കാരാൽ ബന്ദിയാക്കപ്പെട്ട ഒരു കുടുംബം വീട്ടിനുള്ളിലേക്ക് കയറാൻ കോടതിയുടെ കനിവിനായി കാത്തിരിക്കുന്നു. അരയടി വീതിയും 6 അടി പൊക്കവുമുള്ള മതിലാണ് ഈ കുടുംബത്തിന് വീട്ടിൽ കയറാനുള്ള ഏകമാർഗം. കഴിഞ്ഞ 8 വർഷമായി സുന്ദരരാജൻ പോറ്റിയും കുടുംബവും വീട്ടിലേക്ക് പോകുന്നത് ഇങ്ങനെയാണ്. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഈ അഭ്യാസം കാട്ടുന്നത്. അയൽക്കാർ വീടിന് 4 ചുറ്റും മതിൽ കെട്ടി അടച്ചതോടെ സുന്ദരരാജൻ പോറ്റിക്കും കുടുംബത്തിനും വീടിനുള്ളിലേക്ക് കടക്കാൻ വേറെ മാർഗമില്ല. 2004-ലാണ് പോറ്റി വീട് വാങ്ങിയത്. അയൽക്കാരനായ അഭിഭാഷകൻ വഴികെട്ടി അടച്ചതോടെ പോറ്റിയും ഭാര്യ ഉഷയും മക്കളായ ശ്രീനാഥും ശ്രീകാന്തും വീടിനുള്ളിലേക്ക് കയറാൻ 6.5 അടി ഉയരമുള്ള മതിലിന് മുകളിലൂടെ നടന്നു പോവുകയാണ്. അയൽക്കാരൻ കോടതിയിൽ കേസും നൽകി. കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു. പുറംലോകത്തെത്താൻ സുന്ദരരാജൻ പോറ്റിയുടെ കുടുംബത്തിന് ഏകമാർഗം മതിൽച്ചാട്ടമാണ്. മതിൽച്ചാട്ടം വശമില്ലാത്തതിനാൽ ബന്ധുക്കളാരും തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരാറില്ല. ഇരട്ടക്കൂലി നൽകിയാണ് പാചകവാതകം സുന്ദരരാജൻ പോറ്റി വീട്ടിലെത്തിക്കുന്നത്. ആർക്കെങ്കിലും അസുഖം വന്നാലും ആശുപത്രിയിൽ പോകാൻ നിവൃത്തിയില്ല. ഇക്കാരണത്താൽ തന്നെ പോറ്റിയുടെ അമ്മ അനുജന്റെ വീട്ടിലേക്ക് താമസം മാറ്റി. തിരുവനന്തപുരം നഗരമധ്യത്തിൽ ജില്ലാ കോടതിക്ക് വെളിപ്പാടകലെയാണ് ഈ സാധാരണക്കാരന്റെ കുടുംബം ദുരിതം അനുഭവിക്കുന്നത്. മതിലിൻ്റെ പുറത്താണ് പൊക്കോണ്ടിരിക്കുന്നത്. 2004 മാർച്ച് മാസം 13 കെട്ടി അടയ്ക്കുന്നത്. ഇത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് കെട്ടാൻ വന്നത്. പക്ഷേ കെട്ടേണ്ടത് കോടതി 1 ഇഞ്ച് വഴിയാണ് പറഞ്ഞിട്ടുള്ളത്. കെട്ടി അടച്ച് 3 ഇഞ്ച് വഴി കംപ്ലീറ്റ് കെട്ടി അടഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഈ മതിലിൻ്റെ പുറത്താണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ദേവസ്ഥയിലെ ഒരു ശാന്തിക്കാരനാണ്. അപ്പോൾ രാത്രി കാണാൻ പോയിട്ട് വരാനുള്ള ബുദ്ധിമുട്ടാണ്. സാധനങ്ങൾ കൊണ്ടുകയറാനും ബുദ്ധിമുട്ടാണ്. ഞാനും എൻ്റെ മക്കളും ഇതിൽ കൂടെയാണ് പോകുന്നത്. മഴ സമയത്തിലാണ് വലിയ പാട്. പിന്നെ രാത്രി എവിടെയെങ്കിലും വെളിയിൽ ഇറങ്ങണമെങ്കിൽ വലിയ പാട്. പിന്നെ നമുക്ക് ലേഡീസ് ഇറങ്ങാൻ വലിയ പാടാണ്. സാരിയൊക്കെ കൊടുത്ത് ഇറങ്ങാനേ തട്ടിയാൽ പിന്നെ അപ്പുറത്ത് കുളിയാണ്. എവിടെ വീഴുമെന്ന് അറിഞ്ഞൂടാ. റെസിഡൻസ് അസോസിയേഷനും വാർഡ് കൗൺസിലറും ഇടപെട്ടിട്ടും സ്ഥലം വിട്ടു നൽകാൻ മാത്രം അയൽക്കാർ തയ്യാറാവുന്നില്ല. വിധി അനുകൂലമായാൽ മതിൽച്ചാട്ടം അവസാനിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് സുന്ദരരാജനും കുടുംബവും. 4 വരി പാതയും എക്സ്പ്രസ് ഹൈവേയും വിഭാവനം ചെയ്യുന്ന ഭരണാധികാരികൾ ഒരു സാധാരണക്കാരൻ വർഷങ്ങളായി സ്വന്തം വീട്ടിലേക്ക് പോകാൻ നടപ്പാതയില്ലാതെ ഞാണിന്മേൽ കളി നടത്തുന്നത് ഇനിയെങ്കിലും കണ്ണു തുറന്ന് കാണേണ്ടതാണ്. സൂര്യ ന്യൂസ്, തിരുവനന്തപുരം.